ഇനി ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ ആദരണീയനായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ സാറിനെ വളരെ ആദരവോടെ ചെയ്യുന്നു. വേദിയിലും സദസ്സിൽ നിൽക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇവിടെ ഒരു കൃഷ്ണക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഇത്രയും പാവനമായ ഒരു അരങ്ങേറ്റ വേളയിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമാണ്. ആദ്യം തന്നെ മനസ്സ് തുറന്ന് ഭഗവാന്റെ മുന്നിൽ പറയാനുള്ളത് എല്ലാം ആ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണം, ഹരേ കൃഷ്ണ. ഡാൻസ് അല്ലെങ്കിൽ കലാരൂപങ്ങൾ ഏതായാലും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാമുഖ്യമുണ്ട്. അതിനൊരു ഏറ്റവും വിശിഷ്ടമായ അതിൻ്റെ ഒരു പുറകിലൊരു കാരണം കൂടിയുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാട്യശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു വരി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ അത് തന്നെയാണ്. ആംഗികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാദി ത്വം വന്ദേ സാത്വികം ശിവം. ആംഗികം ഭുവനം യസ്യ, ഈ ചരാചരങ്ങളിലെല്ലാം എന്തെല്ലാം അനക്കങ്ങൾ കാണുന്നു അതെല്ലാം നിന്റെ അംഗലാവണ്യമാണ്, നിന്റെ ശരീരം അനങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇതിനേക്കാളും നല്ലൊരു ആരാധന മനസ്സിലുണ്ടാവാനില്ല. വാചികം സർവവാങ്മയം, ഏത് ശബ്ദം കേട്ടാലും അത് നിന്റെ ശബ്ദമാണ് എന്ന് ഭഗവാനോട് പറയാനുള്ള ആ മനസാന്നിധ്യം ഒരു നൃത്തം അഭ്യസിക്കുന്ന ഒരാൾക്കാണുള്ളത്. ആഹാര്യം ചന്ദ്രതാരാദി, അണിഞ്ഞിരിക്കുന്നത് ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമാണ്. അങ്ങനെയുള്ള സാത്വികനായ ശിവനെ നമിക്കുന്നു എന്നാണ് പ്രാർത്ഥന. ആമികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാദി ത്വം വന്ദേ സാത്വികം ശിവം. ആ സാത്വികനായ ശിവൻ മറ്റൊന്നുമല്ല, ഈ പ്രകൃതിയാണ്. പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കാം എന്ന് ഏറ്റവും ലളിതമായി നമ്മളെ പഠിപ്പിച്ച 2-3 വരിയിൽ നടനം എന്താണ് എന്നുള്ള ആ ഒരു ഐഡിയ, നമ്മളിപ്പോൾ കാണുന്ന പല രീതിയിലുള്ള നൃത്തങ്ങൾ, നൃത്തത്തിന്റെ പുതിയ രൂപങ്ങൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ശാസ്ത്രീയമായ നൃത്തം പഠിക്കുന്ന സമയത്ത് ഭാവപകർച്ചയെ കുറിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. എന്താണ്? യഥോ ഹസ്ത തഥോ ദൃഷ്ടി, കൈ എവിടെ പോകുന്നു അവിടെ കണ്ണ് പോകണം. യഥോ ദൃഷ്ടി തഥോ മന, യഥോ മന തഥോ ഭാവ, യഥോ ഭാവ തഥോ രസ. അപ്പൊ നമ്മൾ കൈ ഒരു മുദ്ര വെച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് കണ്ണ് പോയി ആ കണ്ണിലൂടെ അവിടെ മനസ്സെത്തി, മനസ്സിൽ അവിടെ ഭാവം എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാന്നിധ്യം, ഏകാഗ്രത, ഫോക്കസ്. ഇന്ന് നമുക്ക് ഏറ്റവും കുറവുള്ളതും, എനിക്ക് പേഷ്യൻസ് ആയിട്ട് വരുന്ന കുട്ടികൾ ഏറ്റവും പറയുന്ന പ്രശ്നവും അത് തന്നെ, ഫോക്കസ് ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഒരു നൃത്യം അഭ്യസിക്കുന്ന സമയത്ത്, നൃത്തത്തിന്റെ നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ മനസ്സിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം, എങ്ങനെയാണ് ഭാവവും രസവും നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. ആദ്യം പ്രകൃതിയെ നമ്മൾ വന്നിച്ചു, മനുഷ്യനെ മനസ്സിലാക്കി, മനസ്സിനെ അറിഞ്ഞു, ആ മനസാന്നിധ്യം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, അവിടെ ഭാവവും രസവും ഉണ്ടായി. ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിന് ഭഗവാനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. നമ്മൾ ഭഗവാൻ എന്താ വിളിക്കുക? സച്ചിദാനന്ദൻ എന്ന് വിളിക്കും അല്ലേ? എന്താണ് ഈ സച്ചിദാനന്ദൻ എന്ന പേരിന്റെ അർത്ഥം? മനസ്സ് പിന്നെയും പഴയതുപോലെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആനന്ദം എന്ന് പറയുന്നത് ഭഗവാനിൽ ലയിക്കുന്ന, നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തിന് നമ്മൾ ആനന്ദം എന്ന് പറയും. അങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ സച്ചിദാനന്ദം അല്ലെങ്കിൽ സത്ത ചിത്ത ആനന്ദം എന്നുള്ള രീതിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സന്തോഷം 3 തരം, സത്ത ചിത്ത ആനന്ദം. ഇതിനെ എങ്ങനെയാണ് പ്രശ്നമായിട്ട് നമുക്ക് ഈ സന്തോഷം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് എങ്ങനെയാണ്? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നമുക്ക് 33 കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ?
ആരൊക്കെ അവരൊക്കെ? ഒരു ലിസ്റ്റ് തരാമോ? അങ്ങനെ ചോദിക്കരുത് അല്ലേ? ഈ കുളത്തിൽ എത്ര ജീവിക്കുന്ന 25 ജീവികളുടെ പേര് പറഞ്ഞാൽ 12 തവളയും 13 മീനും, അതാണോ? അങ്ങനെയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ സത്ത ചിത്ത ആനന്ദം, ഈ സന്തോഷം അത് റിയാക്ട് ചെയ്യുന്നത് 11 സബ്സ്ട്രേറ്റിലാണ്. ആ പഞ്ചഭൂതങ്ങളുടെ 5ഉം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ 5ഉം ഒരു മനസ്സും. അങ്ങനെ 11 × 3 33 എന്നൊരു നമ്പർ കിട്ടും. 33 തരം എന്നാണ് കോടി എന്നർത്ഥം. അതായത് 33 കോടി ദേവസങ്കല്പം. ഈ 33 കോടി ദേവസങ്കല്പത്തിനെ എപ്പോഴും എതിർക്കുന്നതായിട്ടുള്ള 66 കോടി അസുരൻ എന്ന് പറഞ്ഞാൽ ദൈവികമായ അല്ലാത്ത